ഹലോ, ഹംദാൻ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? സുഖമല്ലേ? അൽഹംദുലില്ലാ, ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളുടെ ഒരു സബ്സ്ക്രൈബേഴ്സ് തന്നെ എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ്. അപ്പോൾ അതിനുള്ളൊരു മറുപടി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. ഞാൻ എപ്പോഴും നമ്മളെ സബ്സ്ക്രൈബേഴ്സിനോട് വാട്സപ്പിലൂടെ ഓരോരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അത് കണ്ടൻറ്റായിട്ട് ഇട്ടിട്ട് തന്നെയാണ് കേട്ടോ നിങ്ങളോട് വീഡിയോ ചെയ്യൽ. പിന്നെ അതുതന്നെയാണ് ഇപ്പോഴും. അപ്പോൾ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് ആളുകൾ 2-3-4 ആൾ എന്തായാലും എന്നോട് ചോദിച്ചിട്ടുണ്ടാവും. എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെങ്ങനെ കോഴി വളർത്തൽ തുടങ്ങിയത്, എത്ര രൂപ ആദ്യം ചിലവാക്കി, പിന്നെ ഇത്രയും കോഴികളുണ്ടാകുമ്പോൾ നിങ്ങൾക്ക് എത്ര രൂപ ചിലവാകുന്നുണ്ട്, അതിന് ലാഭം കിട്ടുന്നുണ്ടോ അതോ നഷ്ടമാണോ? ഞാൻ എൻ്റെ വീഡിയോയിലൊക്കെ കുറേയൊക്കെ പറയാറുണ്ട്, പക്ഷേ ഇതുപരമായിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടില്ല. അപ്പോൾ പിന്നെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ 2 കോഴിയിൽ നിന്നാണ് തുടങ്ങിയത് എന്നൊക്കെ, അതെന്താണ് ഏതാണ് എന്നൊക്കെ. ഇനി എൻ്റെ വീഡിയോ കാണാത്തവരാണെങ്കിൽ ആദ്യത്തെ വീഡിയോയിലൊക്കെ ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇതിനെക്കുറിച്ച് ഞാനൊന്ന് പറഞ്ഞു തരാം. നിങ്ങൾ ആദ്യമായിട്ട് കോഴി വളർത്തൽ തുടങ്ങുന്ന മേഖലയിലേക്ക് വരുന്ന ആളുകളാണെങ്കിലും, ഇപ്പോൾ കോഴി വളർത്തൽ തുടങ്ങിക്കൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിലും, ഏതെങ്കിലും ഒരു ബ്രീഡ് നമ്മളാദ്യം ഫോക്കസ് ചെയ്ത് വെക്കുക. ഞാൻ പറയുമ്പോൾ എപ്പോഴും നല്ല ബ്രീഡ് തനത് നാടൻ കോഴികൾ തന്നെയാണ്. കാരണം അതിൽ നിന്ന് നമുക്ക് ഇരട്ടിപ്പിക്കാൻ പറ്റുള്ളൂ. നമ്മളൊരു ബിസിനസ് തുടങ്ങുമ്പോൾ നമ്മളിപ്പോൾ തുടങ്ങിയോടത്ത് തന്നെ നിൽക്കാനല്ലല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മളത് വളർന്ന് മുന്നോട്ട് പോയി അതിന് നമ്മൾ ഇൻകം പ്രതീക്ഷിച്ചിട്ടും അതിൽ നിന്ന് ലാഭം പ്രതീക്ഷിച്ചിട്ടും അങ്ങനെ നമ്മളത് വളർന്ന് നമ്മളുടെ കുടുംബത്തിന് തന്നെ അതൊരു മുതൽക്കൂട്ടാവാനുള്ളൊരു എന്ത് ബിസിനസ് ആയിക്കോട്ടെ, ചെറിയൊരു കോഴി ബിസിനസ് മുതൽ നമ്മളുടെ ജ്വല്ലറി ബിസിനസ് വരെ എന്ത് ബിസിനസ്സാണെങ്കിലും അതിന് അതിൻ്റേതായ മഹത്വമുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റേതായ വാല്യൂ ഉണ്ട്. അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കണം. ഒരു കോഴി വളർത്തലല്ലേ എന്ന് വിചാരിച്ചിട്ട് ഒരു നിസ്സാരമാക്കിയിട്ട് കാണണ്ട. അതിനും അതിൻ്റേതായ ഒരു നിലയും വിലയുള്ള സംഭവം തന്നെയാണ് ഈ കോഴി വളർത്തലും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം അതിനെക്കുറിച്ചൊരു പ്ലാൻ തയ്യാറാക്കുക. എന്താ പ്ലാൻ വെച്ചാൽ, ഏതിനോടാണ് താല്പര്യം വെച്ചാൽ, ഇപ്പോൾ ഓരോരുത്തർക്ക് മുട്ട തന്നെ മതിയെന്ന് വെച്ചാൽ നിങ്ങൾ നാടൻ കോഴി വളർത്തിയിട്ട് കാര്യമില്ല. എന്താണെന്ന് വെച്ചാൽ, നാടൻ കോഴി ഒരു വട്ടം ഒരു 10-12 മുട്ട ഇട്ട് കഴിഞ്ഞാൽ അവരൊന്ന് അടയിരിക്കും. അപ്പോൾ ആ ടൈമിൽ നമുക്ക് കുറച്ച് കോഴിനെ മുട്ട കിട്ടില്ല. നേരെ മറിച്ച് നിങ്ങൾക്ക് മറ്റേ നമ്മളുടെ ഗ്രാമശ്രീ, ഗ്രാമപ്രിയ, അതേപോലെ നമ്മളുടെ കൈരളി, സൊണാലി അങ്ങനത്തെ കോഴികളൊക്കെ വളർത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി മുട്ട കിട്ടും. അങ്ങനെയുള്ളവരാണ് ഞാൻ പറയുമ്പോൾ. എനിക്കെപ്പോഴും പിന്നെ ഹാപ്പി ആയിട്ടും വളർത്താൻ ഒരു ഇഷ്ടമായിട്ടും തോന്നിയിട്ടുള്ളത് നമ്മുടെ നാടൻ കോഴികളാണ് കേട്ടോ. എന്താണെന്നറിയോ, നമ്മൾ മറ്റേ കോഴികളെ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരിപ്പോൾ ഒരു 10 കോഴിനെ കൊടുന്നാൽ ആ 10 കോഴി തന്നെയുള്ളൂ. അത് അവരുടെ മുട്ടയിടൽ കഴിഞ്ഞാൽ അവരുടെ പ്രൊഡക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളവരെ ഒഴിവാക്കണം. നേരെ മറിച്ച് നമ്മൾ നാടൻ കോഴിനെ കൊടുന്നതെന്ന് വിചാരിച്ചോ, നാടൻ കോഴിനെ കൊടുന്നാൽ അതിൻ്റെ ഒരു 8-10 മുട്ട വെച്ചിട്ട് അതിനൊന്ന് അട വെച്ചാൽ നമുക്ക് ഇരട്ടിക്കാണ്. നമുക്ക് എപ്പോഴും ബിസിനസ് നമുക്ക് ഇരട്ടിക്കല്ലേ വേണ്ടത്. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ ഇരട്ടിക്കാൻ പറ്റിയൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാടൻ കോഴിയാണ്. അത് വളർത്തുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. അതാകുമ്പോൾ നമ്മളുടെ കാണാനും ഒരു ഭംഗിയാണ്. എന്തുകൊണ്ടും എല്ലാം കൊണ്ടൊരു ഒരു ഒരു റാഹത്തുള്ള ഒരു ഐശ്വര്യമുള്ളൊരു കോഴിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് എപ്പോഴും നാടൻ കോഴിയാണ് കേട്ടോ. പക്ഷേ മറ്റേ കോഴികൾ ബോറാണ്, അല്ലെങ്കിൽ അതുകൊണ്ട് ഉപകാരമില്ല എന്നല്ല ഞാൻ പറയണത്. ഇതിങ്ങനെ പല കളറിലും പല വർണ്ണങ്ങളിലും ഇങ്ങനെ നിൽക്കുമ്പോഴും, അതേപോലെ അവരുടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഒരു ഒരു സന്തോഷം നമുക്ക് വേറെ തന്നെയാണ്. അപ്പോൾ നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, പിന്നെ ഒരു കോഴിയോ 2 കോഴിയോ ഒക്കെ മേടിച്ചിട്ട്, ഒരു പൂവൻ കോഴിയും മേടിച്ചിട്ട് നിങ്ങൾ ആ ഒരു മുട്ടയിട്ട് അതിൻ്റെ മുട്ട നിങ്ങൾ വിരിയിപ്പിച്ചിട്ട് ഇരട്ടിക്കുക. അല്ലാതെ നമ്മളിങ്ങനെ പിന്നെ എപ്പോഴും ഇങ്ങനെ കോഴി വാങ്ങിക്കൊണ്ടേ ഇരുന്നാൽ നമുക്കതിൽ ലാഭം വരുന്നില്ല. കാരണം ഒരു അടയിരിക്കണ കോഴിക്ക് തന്നെ കൊടുക്കണം 600 രൂപയോളം കൊടുക്കണം ഒരു പിടക്കോഴിക്ക്. ഇവിടെയൊക്കെ 600 രൂപ കേട്ടോ. 600 രൂപ ഒക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൊണ്ടുപോകും ചെയ്യും ആൾക്കാർ. നല്ല അടയിരിക്കണ കോഴിയാണ്, അവർക്ക് ഇഷ്ടപ്പെട്ട കോഴിയാണെങ്കിൽ അവർ കൊണ്ടുപോകും ചെയ്യും. അപ്പോൾ 600 രൂപക്കൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മളാകെ പിന്നെ ആദ്യം ചിലവാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആകെ 600 രൂപയാണ്. പിന്നെ നമുക്കതിന്ന് 600 രൂപക്ക് വാങ്ങിയത് 6000 ആയിട്ട് നമ്മൾ ഇരട്ടിപ്പിക്കാൻ വേണ്ടി നോക്കണം. പിന്നെ നമ്മൾ കൂടിൻ്റെ കാര്യത്തിലാണെങ്കിൽ നമ്മൾ ഒരുപാട് വിലയുള്ള കൂടുകൾ നമ്മൾ വാങ്ങാതിരിക്കുക. നമ്മൾ എൻ്റെ കൂടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൽ കാണുന്ന കണ്ട ആ ചെറിയൊരു മരക്കൂട്, അതിൽ നിന്നാണ് എൻ്റെ തുടക്കം. അപ്പോൾ ഞാനാകെ 2 കോഴിയായിരുന്നു. ആ 2 കോഴിനെ 2 കള്ളിയിൽ ഇട്ടിട്ട് 2 കോഴിക്ക് അട വെച്ചിട്ട് അങ്ങനെ 30 കുട്ടികളൊക്കെ ആക്കിയിട്ട് അങ്ങനെയൊക്കെ ഒരു ഒരു നല്ലൊരു ജേണിയായിരുന്നു എൻ്റേത് കേട്ടോ. കാരണം ഞാനത് നന്നായിട്ട് പ്ലാൻ ചെയ്ത കാരണം കൊണ്ട് അതിൽ നിന്നുണ്ടായിട്ട് ഇപ്പോൾ എത്ര പോരും 2 കോഴിയിൽ നിന്നുള്ളൊരു ഇപ്പോൾ തന്നെ നമ്മളവിടെ 10-60 കോഴി നിൽക്കുന്നുണ്ട്. കുട്ടികളും പെടയും ഒക്കെ കൂടിയിട്ട് നമുക്ക് 10-60 കുട്ടികളുണ്ട്. അപ്പോൾ നമ്മളത് ഇരട്ടിപ്പിക്കാൻ വേണ്ടി നോക്കണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എന്താണ് അതിന് ലാഭം ഇരട്ടിപ്പിക്കാൻ ഏറ്റവും വലിയ മാർഗ്ഗം എന്താണെന്ന് വെച്ചാൽ നാടൻ കോഴിയാണ്. പിന്നെ നമ്മൾ ഇൻക്യുബേറ്ററാണ്. ഇൻക്യുബേറ്റർ എല്ലാവർക്കും ഒന്നും സക്സസ് ആയിക്കൊള്ളുന്നില്ല.
അതിന് കുറച്ച് ഒരു നാക്ക് തന്നെ വേണം. അപ്പോൾ ഇൻക്യുബേറ്ററിനെക്കാട്ടിലും നല്ലത് ഇൻക്യുബേറ്റർ വെക്കണതിന് കുഴപ്പമില്ലാതെ നല്ലതാണ്. ഒരു ട്രിപ്പിൽ തന്നെ 10, 40, 60 കുട്ടികളെ കിട്ടും. പക്ഷേ അതിന് നമ്മൾ ബ്രൂഡർ സെറ്റാക്കണം, അതേപോലെ നമ്മൾ അതിന് ലൈറ്റ് ഇട്ട് കൊടുക്കുന്നതിൻ്റെ കാര്യങ്ങൾ സെറ്റാക്കണം. അതൊന്നും അറിയാത്തവർക്ക് പക്ഷേ ഒരു കാര്യമില്ല അതുകൊണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അത് അവിടെ പാളിച്ച വന്നു കഴിഞ്ഞാൽ ഉണ്ടായ കുഞ്ഞുങ്ങൾ മൊത്തം ചത്തുപോകും. അപ്പോൾ ഈ അടയിരിക്കുന്ന കോഴികളെ വാങ്ങിയാൽ എന്താ ഗുണം വെച്ചാൽ നമ്മളൊന്നും അറിയണ്ട. അതേപോലെ അട വെക്കുന്ന വീഡിയോ ചെയ്യുമോ എന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ട്. അത് ഞാൻ ഇൻഷാ അല്ലാഹ് ഒന്ന് ചെയ്യണം കേട്ടോ. ഞാൻ എങ്ങനെയാണ് അട വെക്കാറ്, എൻ്റെ കുട്ടികൾക്ക് എനിക്ക് അട വെച്ച കോഴികളൊക്കെ ഫുള്ള് വിരിയാറുണ്ട്. അതേപോലെ മഴക്കാലത്ത് പോലും ഞാൻ വെക്കാറുണ്ട്. ഇടി പൊട്ടിയാലൊന്നും കോഴി മുട്ടയൊന്നും കേടാവാതിരിക്കാറൊക്കെ ഉണ്ട് എൻ്റെത്. പിന്നെ വെച്ചതൊക്കെ എനിക്ക് ഫുൾ ഹാച്ചിങ് ഉണ്ട്. 1, 2 എങ്ങാനും പോയാലും ഫുൾ ഹാച്ചിങ് കിട്ടാറുണ്ട്. അപ്പോൾ അട വെക്കുന്നൊരു വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി ഞാൻ കോഴീനെ അട വെക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് വെക്കാറുള്ളത് എന്നൊക്കെ ഞാൻ തരുന്നുണ്ട്. പിന്നെ എനിക്ക് കോഴിപ്പേൻ എന്തായാലും ഇവിടെ വരാറില്ല. അപ്പോൾ അതിനൊക്കെ ഞാൻ എന്താണ് ചെയ്യാറ് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് ചെയ്ത് തരണ്ട് കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു കണ്ടൻറ്റ് ഞാൻ അതുമായിട്ട് വരണ്ട് ഇൻഷാ അല്ലാഹ്. ഇപ്പോൾ കോഴികളെയൊക്കെ ഒന്ന് വിരിയിച്ചിറങ്ങിയ കോഴികളൊക്കെ ഒന്ന് മാറ്റിയതിൻ്റെ ശേഷം അടുത്ത അട വെക്കുമ്പോൾ ഞാനത് ചെയ്ത് തരണ്ട് കേട്ടോ. അപ്പോൾ കാണിച്ച് തരുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും അതിങ്ങനെ മനസ്സിലാവുമല്ലോ. പിന്നെ അപ്പോൾ ഇപ്പോൾ പറഞ്ഞു തന്നത് എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ഇരട്ടിക്കാൻ വേണ്ടി നോക്കുക. അങ്ങനെ ഇരട്ടിക്കുമ്പോൾ നമ്മൾ അതിന്ന് ഇരട്ടിച്ച് കൊണ്ടുവരുമ്പോൾ അത് നല്ല നല്ല പിടക്കോഴികളെ നമ്മൾ അതിൽ നിർത്തുക. പൂവൻ കോഴികളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കുള്ള പൂവൻ കോഴികളെ അവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ള പൂവൻ കോഴികളെ നമ്മൾ സെയിൽ ചെയ്യുക. അപ്പോൾ തന്നെ നമുക്ക് വരുമാനം വന്ന് തുടങ്ങും. ആദ്യമൊക്കെ നമ്മളടുത്ത് കോഴി ഉണ്ടെന്നൊന്നും ആർക്കും അറിയില്ലല്ലോ. അപ്പോൾ നമ്മളങ്ങനെ ചോദിച്ചിട്ടും അല്ലെങ്കിൽ കടയിൽ കൊണ്ടുപോയി കൊടുത്തിട്ടും അങ്ങനെയൊക്കെ ആയിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നുന്നത് 4 ആൾ അറിയില്ല, നമ്മളതിന്ന് വാങ്ങില്ല. അങ്ങനെയൊന്നും അങ്ങനത്തുള്ള തോട്ടേ നിങ്ങൾ ചിന്തിക്കണ്ട. നിങ്ങളെന്ത് ചെയ്യുക, നിങ്ങളുടെ കോഴി വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചു നോക്കുക, ആർക്കെങ്കിലും വേണമെന്ന് ചോദിക്കുക. അപ്പോൾ ഒരു പ്രാവശ്യം ഒരാൾ നിങ്ങളെ കയ്യിൽ നിന്ന് കോഴി വാങ്ങിയാൽ ആ ആൾ അവരുടെ കാര്യത്തിന് കോഴി വാങ്ങിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ ഒക്കെ നാടൻ കോഴിയുടെ കാര്യമൊക്കെ പറയുമ്പോൾ നീ എന്നെ ഇവിടുന്ന് വാങ്ങിയെന്ന് ചോദിച്ചാൽ ഞാൻ പിന്നെ ഇന്നാളടുത്ത് വാങ്ങിയെന്ന് പറയുമ്പോൾ അപ്പോൾ തന്നെ നമ്മളുടെ അവിടെ ഒരു ബിസിനസ്സിൻ്റെ ഒരു മാർക്കറ്റിംഗ് അവിടെ നടന്നു കഴിഞ്ഞു. കാരണം അവർ പറയുകയാണ് ഇന്നാളെത്തുണ്ടെന്ന് പറയുമ്പോൾ അപ്പോൾ അവർ നിങ്ങളോട് പറയും നിങ്ങളെത്തുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ അത് വായിൽ കൂടെ തന്നെ ഇതിങ്ങനെ പബ്ലിഷ് ആയിക്കൊണ്ടിരിക്കും. എൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്, എനിക്ക് അങ്ങനെയാണ് ഇവിടെ നടന്നിട്ടുള്ളത്. പിന്നെ എനിക്ക് കൂടുതൽ വരുന്ന സമയത്ത് ഞാൻ കടകളിൽ കൊണ്ടു കൊടുക്കുമായിരുന്നു. ഇപ്പോൾ എനിക്കെന്താ പ്രശ്നം, അത് കടകളിൽ കൊണ്ടു കൊടുത്തപ്പോൾ എനിക്കെന്തൊരു ഉപകാരം കിട്ടിയെന്ന് വെച്ചാൽ കടയിലെ ആളുകൾ നാടൻ കോഴിനെ ചോദിച്ച് വരുമ്പോൾ ഈ കടക്കാർ എൻ്റെ നമ്പർ കൊടുത്തിട്ട് ഇപ്പോൾ ഒരുപാട് സെയിൽ എനിക്ക് കടയിൽ നിന്നും വരാറുണ്ട്. പിന്നെ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് വരെ പറയാതിരിക്കാൻ വയ്യ കേട്ടോ. ഒരുപാട് ആളുകൾ നമ്മളെ നിന്ന് കോഴി കൊണ്ടുപോകുന്നുണ്ട്. ഇവിടെ വന്ന് കൊണ്ടുപോകുന്നവരുണ്ട്, കൊറിയർ ചെയ്യണവരുണ്ട്, ഇവിടെ വന്ന് വാങ്ങുന്നവരുണ്ട്. അപ്പോൾ അവർ ഇഷ്ടപ്പെട്ട കോഴീനെ ഞാൻ കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളുടെ ഈ കോഴികളെ തന്നെയാണല്ലോ നമ്മൾ പിന്നെ സെയിലിനും വെക്കണത്. അതുകൊണ്ട് മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് അതൊക്കെ എനിക്ക് ഒരുപാട് സന്തോഷം അതേപോലെ ഒരുപാട് വരുമാനം കൂട്ടിത്തരുന്നൊരു സംഭവമാണ്. അപ്പോൾ നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പിടക്കോഴികളെ കൂടുതൽ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് പേരൻറ്റ് സ്റ്റോക്കിന് നിർത്തി കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ളതിനെ നമുക്ക് കൊടുക്കാൻ പറ്റും. പേരൻറ്റ് സ്റ്റോക്കിന് നിർത്തുകയെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്കൊരു 10, 15 അല്ലെങ്കിൽ 20, ഇവിടെ ഇപ്പോൾ ഒരു 30 പിടക്കോഴികളൊക്കെ ഉണ്ടാവും. 30 അല്ല, കുട്ടികളൊക്കെ കൂട്ടിയിട്ട് 10, 70, 80 കോഴികളുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു 20 പിടക്കോഴി ഉണ്ടെന്ന് കൂട്ടുക. അത് പേരൻറ്റ് സ്റ്റോക്ക് തന്നെ ആക്കി നിർത്തിയിട്ട് നമ്മൾ അവരുടെ മുട്ട വെച്ചിട്ട് ഇങ്ങനെ കോഴികളെ വിരിയിപ്പിക്കുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ചാൽ അവരുടെ കുട്ടികൾ കിട്ടുമ്പോൾ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളെ കോഴി നല്ല അടക്കോഴി ആവുന്നതുകൊണ്ട് അവരെ നമുക്ക് സെയിൽ ചെയ്യാനും പറ്റും. നമുക്ക് ഈ കോഴികളങ്ങനെ സെയിൽ ചെയ്ത് പോകുന്നതിനനുസരിച്ചിട്ട് ഇവരുടെ കോഴിമുട്ട വീണ്ടും വെച്ച് വീണ്ടും സെയിൽ ചെയ്യാം. അങ്ങനെ നമ്മളെപ്പോഴും ഒരു വിത്ത് അല്ലേ, നമ്മളൊരു ചേമ്പായാലും ചേനയായാലും നടുമ്പോൾ നമ്മളതിൻ്റെ വിത്ത് വീണ്ടും മണ്ണിൽ കുഴിച്ചിടൂലേ, അതിൻ്റെ തള്ള അതിൻ്റെ കുഴിച്ചിടുമ്പോൾ പിന്നെ അതിൽ പൊട്ടി മുളക്കുന്ന വിത്തുകളല്ലേ നമ്മൾ വീണ്ടും എടുക്കുക. അതേപോലെ തന്നെ നമ്മൾ വിത്തായിട്ട് നമ്മൾ കുറച്ച് കോഴികൾ അവിടെ വെക്കണം. എന്നിട്ട് അവരിൽ നിന്ന് നമ്മൾ കോഴിമുട്ട അങ്ങനെ ശേഖരിച്ചിട്ട് ആ കോഴിമുട്ട നമ്മൾ വിരിയിച്ചിട്ട് അതാണ് നമ്മളിങ്ങനെ വിൽക്കേണ്ടത്. അപ്പോൾ എന്താണ്, നമ്മൾക്ക് ഒരിക്കലും കോഴിക്ക് ക്ഷാമം വരില്ല. അപ്പോൾ നമുക്ക് കോഴിമുട്ടക്കും ക്ഷാമം വരില്ല. അപ്പോൾ നമുക്ക് വിരിയിക്കേണ്ട സമയത്ത് വിരിയിക്കുക, അല്ല കോഴിമുട്ടക്ക് ആവശ്യം വരുന്ന സമയത്ത് ഇവരിൽ നിന്ന് എടുക്കുക. അല്ലാതെ നമ്മളിപ്പോൾ ഒരു 8 കോഴിയോ 10 കോഴിയോ വിരിയിപ്പിച്ചിട്ട് അത് അങ്ങനെ ആൾക്കാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കയ്യിൽ കോഴിയില്ല. അപ്പോൾ നല്ല ഇനം അടയിരിക്കുന്ന കോഴികളാണെങ്കിൽ നിങ്ങളവിടെ വീട്ടിൽ നിർത്തിയിട്ട് അതിൻ്റെ കുഞ്ഞുങ്ങളങ്ങനെ വിരിയിപ്പിച്ച് കൊടുക്കുക. എന്തായാലും തുടങ്ങിക്കോ, എന്തായാലും ഒരു മിണ്ടാപ്രാണികളെ വളർത്തല്ലേ. അപ്പോൾ അള്ളാഹു നമുക്കതിലൊരു ബർക്കത്ത് തരാതിരിക്കില്ല. എന്തായാലും മിണ്ടാപ്രാണികളെ പൂച്ച ആയിക്കോട്ടെ, നായ ആയിക്കോട്ടെ, പശു, ആട്, കോഴിയൊക്കെ ആയാലും അവരെ നമ്മൾ വളർത്തുന്നുണ്ടെങ്കിൽ നമുക്കതിലെന്തെങ്കിലും ഒരു ഗുണം നമുക്ക് തരും. അതിലെന്തായാലും നമുക്കതിലൊരു വരുമാനം കിട്ടും. പിന്നെ ഒരു വലിയ ഫാം അടിസ്ഥാനത്തിലൊക്കെ ചെയ്യുമ്പോഴാണ് വലിയ വരുമാനം കിട്ടുക. ഇതിലും എന്നാലും അത്യാവശ്യം വരുമാനം കിട്ടും.
അപ്പോൾ നിങ്ങൾ കോഴി വളർത്തുന്നവരാണെങ്കിൽ ആദ്യം ഒന്നും ചെയ്യേണ്ടെന്ന് പറയാൻ കാരണം എത്ര പണം വേണമെന്നാണല്ലോ ഇപ്പോൾ നമ്മൾ ചോദിച്ചത്. പറഞ്ഞു വന്നിട്ട് ഇപ്പോൾ അത് പറയാതെ പോകുന്നത്. പണം വേണമെന്ന് വെച്ചാൽ അതൊക്കെ നമ്മൾ തീരുമാനിക്കുന്നതാണല്ലോ. 2 കോഴിയാണ് എനിക്ക് വാങ്ങേണ്ടത് വെച്ചാൽ ആ 2 കോഴിയുടെ പണം മുടക്കിയാൽ മതി. എല്ലാം എനിക്ക് 10 50 കോഴി ആദ്യം തന്നെ വാങ്ങാന്ന് വെച്ചാൽ എന്തായാലും പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളത്തെ എന്തെങ്കിലും ഫാൾട്ട് പറ്റിക്കഴിഞ്ഞാൽ അതൊക്കെ നമ്മളെ കയ്യിൽ നിന്ന് പോകും. അപ്പോൾ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ വേണം നമ്മൾ കോഴികളെ ആദ്യം വളർത്താൻ. ചെറിയ കൂട്, 2 കോഴി അല്ലെങ്കിൽ 4 കോഴി അങ്ങനെയൊക്കെ വളർത്തിയിട്ട് ഈ കോഴികളിങ്ങനെ വലുതായി പെരുകി വരുമ്പോൾ നമുക്ക് തോന്നും ഈ കൂട് പോരാ, അപ്പോൾ നമ്മൾ അടുത്ത കൂടുണ്ടാക്കും. അങ്ങനെ നമുക്ക് കൂടുണ്ടാക്കുക. അങ്ങനെ നമ്മൾ ഈ കോഴികളെ വിറ്റ പൈസ കൊണ്ട് നമ്മൾ കൂടുണ്ടാക്കി അങ്ങനെ ഇതിന്നാണ് നമ്മൾ പിന്നെ ഇങ്ങനെ ഇരട്ടിപ്പിക്കുക. അങ്ങനെ ചെയ്താൽ ഒരു കുഴപ്പമില്ല. അല്ലാതെ നിങ്ങൾ വാരി കോരിയിട്ട് ആദ്യം തന്നെ കൊണ്ടുപോയിട്ടൊന്നും ചെയ്യരുത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം പിടികിട്ടിയല്ലോ ഇങ്ങനെയാണ് കോഴിനെ വളർത്തേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരെ ഇൻഷാ അല്ലാ. താങ്ക് യു.